സിനിമാ പ്രവർത്തകരുടെ രാഷ്ട്രീയം മാത്രം നോക്കി സിനിമയെ മാറ്റി നിർത്തുന്ന പ്രവണതയില്ലെന്ന് നടൻ പൃഥ്വിരാജ്. അവാർഡ് നിർണയത്തിനും രാഷ്ട്രീയം മാനദണ്ഡമല്ല. പരിഗണിക്കുന്ന സിനിമ ആ ജൂറിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. അതിനർത്ഥം സിനിമയോ അഭിനയമോ മോശമാണെന്നല്ല. ജൂറിയോട് വിയോജിക്കാം, എന്നാൽ അങ്ങനെ തീരുമാനിക്കരുത് എന്ന് പറയാനാകില്ല എന്നും പൃഥ്വിരാജ് റിപ്പോർട്ടറോട് പറഞ്ഞു. സിനിമാ പ്രവർത്തകന്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രം അയാൾ ഒരു ഗംഭീര സിനിമ ചെയ്താൽ അത് ഇവിടെ തഴയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഗംഭീര സിനിമ, നല്ല സിനിമകൾ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിലുള്ള സിനിമകളേ ഉള്ളൂ, നല്ല സിനിമയും മോശം സിനിമയും. ഒരു സിനിമാ പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു നടന്റെ അല്ലെങ്കിൽ ഒരു സംവിധായകന്റെ അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് മാത്രം അവർ ചെയ്യുന്നൊരു വളരെ നല്ല സിനിമ തഴയപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. മേ ബി ഐ എം റോങ്, ബട്ട് ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അവാർഡുകൾ എന്ന് പറയുന്നത് ഒരു ജൂറിയുടെ നിർണയമാണ്. ആ ജൂറിയുടെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ് ആ തീരുമാനങ്ങളെ സ്വാധീനിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ആ ജൂറിയുടെ തീരുമാനമാണ്. അപ്പോൾ നമുക്ക് ആ ജൂറിയുടെ തീരുമാനവുമായിട്ട് വിയോജിക്കാം. പക്ഷെ നിങ്ങളങ്ങനെ തീരുമാനിക്കാൻ പാടില്ല എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. എൻ്റെ സിനിമ അവർക്ക് നല്ലതായിട്ട് തോന്നിയില്ല എന്നുണ്ടെങ്കിൽ നോ, ഐ അണ്ടർസ്റ്റാൻഡ്. അവർക്ക് എൻ്റെ സിനിമ ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ അഭിനയം ഒരു അംഗീകാരത്തിന് അർഹമല്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ റെസ്പെക്ട് ദാറ്റ്. അപർണ കാർത്തിക വിവരങ്ങളുമായി. അപർണ, ഇപ്പോൾ സിനിമ ദേശീയ അവാർഡിനടക്കം എന്തുകൊണ്ട് പൃഥ്വിരാജ് പരിഗണിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ സിനിമ പരിഗണിക്കപ്പെടാത്തത് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയം കൊണ്ടാണ് എന്നുള്ള പ്രതികരണങ്ങൾ പല കോളിൽ നിന്ന് വന്നിരുന്നു. പക്ഷേ അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ല എന്നാണോ പ്രതികരണത്തിന് മനസ്സിലാക്കേണ്ടത്? അത് ജൂറിയുടെ തീരുമാനമാണ്, അതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകില്ല എന്നുകൂടിയാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. തീർച്ചയായും അങ്ങനെ തന്നെ വേണം സ്മൃതി മനസ്സിലാക്കാൻ. കാരണം ഇനി ഒരു വിവാദത്തിന്, സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിലെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവാദത്തിന് താനില്ല എന്നുള്ളൊരു പ്രത്യക്ഷ നിലപാട് തന്നെയാണ് പൃഥ്വിരാജ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി എത്തിയപ്പോഴാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പൃഥ്വിരാജ് സംസാരിച്ചത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, സിനിമാ പ്രവർത്തകരുടെ രാഷ്ട്രീയം നോക്കി ഒരു സിനിമയെയും ജനങ്ങൾ ഏറ്റെടുക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നില്ല. അതുപോലെ തന്നെയാണ് അവാർഡ് ജൂറിയും ചെയ്യേണ്ടത്. ജൂറിയുടെ തീരുമാനം എന്ന് പറയുന്നത് അത് ജൂറിയിലുള്ള അംഗങ്ങളുടെ മാത്രം തീരുമാനമാണ്. അത് പൊതുജനങ്ങളുടെ തീരുമാനമല്ല, അല്ലെങ്കിൽ സിനിമാ പ്രേക്ഷകരുടെ, സിനിമയെ സ്നേഹിക്കുന്ന ആളുകളുടെ തീരുമാനമല്ല. എത്രയോ നല്ല സിനിമകൾ അർഹിക്കുന്ന തരത്തിൽ അംഗീകാരം ലഭിക്കാതെ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ തിരിച്ചും എത്രയോ മോശം സിനിമകൾ എന്ന് വിലയിരുത്തപ്പെട്ട സിനിമകൾ അത് അതിൻ്റെ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുകൊണ്ട് തന്നെ ആ രീതിയിൽ അത് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തനിക്ക് അവാർഡ് കിട്ടാത്തതിൽ ആ ജൂറിയുടെ തീരുമാനം, ആ ജൂറിക്ക് ഞാനൊരു നല്ല നടനായി പരിഗണിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ള വളരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു അഭിപ്രായത്തിലൂടെയാണ് പൃഥ്വിരാജ് ആ കാര്യം പറയുന്നത്. എന്തായാലും ഒരു വിവാദത്തിലേക്കില്ല എന്നുള്ളൊരു പ്രത്യക്ഷ നിലപാട് അത് തന്നെയാണ്. കാരണം ഇനി എന്തെങ്കിലും പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് പോവേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പൃഥ്വിരാജിന്റെ ഭാഷയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്.